ഇന്ന് നമുക്ക് അടിപൊളിയായി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തി വെച്ച് നോക്കിയാലോ. അതിനാവശ്യത്തിന് മന്തിപ്പൊടി, വലിയ ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ജീരകം, ഓയിൽ, സുർക്ക, ഉപ്പ് എന്നിവ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് മട്ടനിൽ നന്നായി മിക്സ് ചെയ്ത് പുരട്ടുക. ശേഷം അത് 2.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം കൊണ്ട് നമുക്ക് അരി കുതിർത്താൻ വെക്കാം. ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുള്ളത് കൊണ്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക. അത് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നേരിട്ട് മസാല പുരട്ടിയ മട്ടന് ഇതിലേക്ക് ചേർത്ത് ചോറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം അതിൽ കുരുമുളക് പൊടി, ഓയിൽ എന്നിവ തടവി ഓവനിലോ അല്ലെങ്കിൽ പാനിലോ ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം, ക്യാരറ്റ് എന്നിവ പൊരിച്ചെടുത്ത് മാറ്റിവെക്കാം. മറ്റൊരു പാൻ എടുത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞതൊന്ന് മൂപ്പിച്ച് അതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. മട്ടൻ വേവിച്ചെടുത്ത വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുതിർത്തിയെടുത്ത അരി കൂടി ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. വെന്തതിന് ശേഷം നേരത്തെ വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് അതിന് മുകളിൽ വിതറി കൊടുക്കാം. ഗ്രില്ല് ചെയ്ത മട്ടൻ വെക്കുകയും ചാർക്കോളൊന്ന് ചൂടാക്കി ഇതുപോലൊരു പാത്രത്തിൽ വെച്ച് നെയ്യ് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇത് അടച്ചു വെക്കാം. ഏറ്റവും കുറഞ്ഞ തീയിൽ ഇതൊന്ന് കുറച്ച് നേരം വെക്കുക. നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണിത്.